പാകിസ്ഥാന്റെ ആണവായുധ പ്ലാന്റ് ചോർച്ച ലോകമാകെ ചർച്ചയായിരിക്കും പ്രതികരണവുമായി ഇന്ത്യ. പാകിസ്ഥാന്റെ കൈവശം ആണവായുധം സൂക്ഷിക്കുന്നത് ലോകത്തിനും പാകിസ്ഥാനിലെ ജനങ്ങൾക്കും സുരക്ഷിതമാണോ എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം വ്യാഴാഴ്ച താഴ്വരയിലേക്കുള്ള ആദ്യ സന്ദർശനം നടത്തി രാജ്നാഥ് സിംഗ് പ്രതികരിക്കുകയായിരുന്നു. ആണവായുധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പാകിസ്ഥാന്റെ കഴിവിനെയും അദ്ദേഹം ചോദ്യം ചെയ്തു. ഇതുപോലുള്ള തെമ്മാടി ഭീകരന്മാരുടെ നിയന്ത്രണത്തിലുള്ളതുമായ ഒരു രാജ്യത്ത് ആണവായുധം എത്ര സുരക്ഷിതമാണ് എന്ന് ലോകം ചിന്തിക്കണം. എന്തായാലും പാകിസ്ഥാനെ പോലുള്ള തെമ്മാടി രാജ്യത്തിന് ആ വാക്ക് തന്നെയാണ് രാജ്നാഥ് സിംഗ് ഉപയോഗിച്ചത്. ഇത്തരം ഒരു രാജ്യത്ത് ആണവായുധം എത്ര സുരക്ഷിതമാണ് എന്ന ചോദ്യം ഇപ്പോൾ ഉയർത്തിയത് ഇന്ത്യയാണ്. പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ അന്താരാഷ്ട്ര ആണവ ഏജൻസി ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെടുന്നു. പാകിസ്ഥാൻ ഇന്ത്യയെ എത്രമാത്രം നിരുത്തരവാദപരമായി ഭീഷണിപ്പെടുത്തിയെന്ന് ലോകം മുഴുവൻ കണ്ടു. ഇന്ന് ശ്രീനഗറിന്റെ നാട്ടിൽ നിന്ന് ഇത്രയും നിരുത്തരവാദപരവും തെമ്മാടിയുമായ ഒരു രാജ്യത്തിന്റെ കൈകളിൽ ആണവായുധങ്ങൾ സുരക്ഷിതമാണോ എന്ന് ഞാൻ ഈ ചോദ്യം ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും രാജ്നാഥ് സിംഗ്. പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ മേൽനോട്ടത്തിൽ കൊണ്ടുപോകണമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഓപ്പറേഷൻ സിന്ധൂരിനെ വലിയ പ്രതിബദ്ധത എന്ന് വിശേഷിപ്പിച്ച പ്രതിരോധ മന്ത്രി ഭീകരതയ്ക്ക് എതിരായ ഏറ്റവും വലിയ ഓപ്പറേഷനാണിത് എന്ന് പറഞ്ഞു. ഭീകരത അവസാനിപ്പിക്കാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകും. പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് അഭയം നൽകുന്നത് നിർത്തണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ സൈന്യത്തിന്റെ ലക്ഷ്യം കൃത്യമാണ് എന്ന് ലോകത്തിനറിയാം. പാകിസ്ഥാനിലെ നിരപരാധികളെ കൊല്ലാതെ ഇന്ത്യ ഭീകര താവളവും പാകിസ്ഥാൻ സൈനിക താവളവും കൃത്യമായി തകർത്തു. ഇന്ന് ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പ്രതിജ്ഞ എത്രത്തോളം ശക്തമാണ് എന്നും എത്ര കൃത്യമാണ് എന്നും ലോകം തിരിച്ചറിയുകയാണ്. ഭീകരരെ ജനങ്ങളിൽ നിന്നും വേർതിരിച്ച് ഇന്ത്യ ഉന്മൂലനം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മൊത്തത്തിലുള്ള സുരക്ഷാ സാഹചര്യവും ഇന്ത്യൻ സായുധ സേനയുടെ യുദ്ധസജ്ജതയും അദ്ദേഹം അവലോകനം ചെയ്യുകയും അതിർത്തി പ്രദേശങ്ങളിൽ വർഷിച്ച പാകിസ്ഥാൻ ഷെല്ലുകൾ പരിശോധിക്കുകയും ചെയ്തു. സൈന്യത്തിന്റെ 15 കോർപ്സ് ആസ്ഥാനവും ശ്രീ സിംഗ് സന്ദർശിച്ച് സൈനിക ഉദ്യോഗസ്ഥരുമായി സംവദിച്ചു. ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും പ്രതിരോധ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. സായുധ സേനയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രീ സിംഗ് പറഞ്ഞു, ഭീകരതയോടും ഭീകരരോടും പോരാടിയപ്പോൾ ധീരരായ ജവാന്മാരുടെ പരമമായ ത്യാഗത്തിന് ഞാൻ തലകുനിക്കുന്നു. അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. പെഹൽഗാമിൽ കൊല്ലപ്പെട്ട നിരപരാധികളായ സാധാരണക്കാരെയും ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. പരിക്കേറ്റ സൈനികരുടെ വീര്യത്തെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. അവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ഇതിനിടെ കിരാന കുന്നുകളിൽ പാകിസ്ഥാന്റെ 10 ആണവ തുരങ്കങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നത് ഇപ്പോൾ വലിയ ചോദ്യമാണ്. പാകിസ്ഥാനിൽ ആണവ ചോർച്ച ഉണ്ടായി എന്ന പ്രചാരണത്തിലൂടെ 2 ദിവസമായി വാർത്തകളിൽ ഇടം നേടിയിരിക്കുകയാണ് കിരാന കുന്നുകൾ. പാക് പഞ്ചാബ് പ്രവിശ്യയിലുള്ള സർഗോത്ത് ജില്ലയിലെ കറുത്ത കുന്നുകൾ എന്നറിയപ്പെടുന്ന കിരാന കുന്നുകൾ ലോകം ശ്രദ്ധിച്ചു തുടങ്ങുന്നത് 1983 ശേഷമാണ്. പാകിസ്ഥാനിലെ ആണവ ചോർച്ച തടയാനും സഹായിക്കാനും ഈജിപ്തിൽ നിന്ന് വിമാനങ്ങളുടെ സഹായം തേടി എന്ന വാർത്തയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. ആണവ നിലയങ്ങൾക്ക് നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് 2 രാജ്യങ്ങളും വ്യക്തമാക്കുമ്പോഴും ഊഹാപോഹങ്ങളുടെയും അർത്ഥസത്യങ്ങളുടെയും ഒരു നീണ്ട നിര തന്നെയാണ് പ്രചരിക്കുന്നത്. സംശയാസ്പദമായ വിമാനങ്ങളുടെ നീക്കങ്ങൾ മുതൽ പ്രചരിച്ച ഒരു രഹസ്യ സർക്കാർ രേഖ വരെ ഇതിൽ ഉൾപ്പെടുന്നു. അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ മിസൈൽ ഡ്രോൺ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾക്കെതിരെ ഇന്ത്യ പ്രതികാര നടപടി ആരംഭിച്ചതോടെയാണ് ഊഹാപോഹങ്ങൾക്കും തുടക്കമായത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.